ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാമായണ മാസം ആശംസിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കർക്കിടക മാസത്തിലെ 31 ദിവസവും രാമായണ പാരായണത്താൽ മുഖരിതമാകുകയാണ് നമ്മുടെയൊക്കെ വീടുകളും ക്ഷേത്രങ്ങളും കാവുകളും. കണ്ണൂർ വിഷൻ ചാനലും ഇനി അങ്ങോട്ടുള്ള 31 ദിവസവും രാമായണ പാരായണവുമായി നിങ്ങളെല്ലാവരുടെയും വീടുകളിൽ എത്തുകയാണ്. രാമായണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. കേരളീയർ വിളക്ക് വെച്ച് വായിക്കാൻ തുടങ്ങുന്നതാണ് രാമായണം. ആ രാമായണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വായിക്കുന്നതും രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണമാണ്. കാവ്യം സുഖേയം കഥ രാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ അനന്തലബ്ധിക്കെനിയെന്തു വേണ്ടുന്നാണ്. രാമായണങ്ങൾ ധാരാളമുണ്ടെങ്കിലും രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം അത് ഭക്തിക്ക് പ്രാധാന്യമാണ്, അറിവിലേക്ക് കൊടുക്കുന്നതാണ്. എല്ലാം നമുക്ക് രാമായണത്തിലുണ്ട്. നമുക്കും ആ രാമായണത്തിൻ്റെ മഹത്വം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും രാമായണ പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇഷ്ടദേവതാ വന്ദനം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മർമ്മപ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ, നടനം ചെയ്യേണാങ്കാനനെ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതേ സലക്ഷണം എന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ചയം മമ. ഛേദോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു
ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർക്കു മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മവാദജനജ്ഞനാനിനാം ആദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാധിനപതി ഖേടാനംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനൻ ഏകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമായണ മാഹാത്മ്യത്തെ ഉള്ള ഭാഗമാണ് ഇനി വായിക്കേണ്ടത്. ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടിൽ ഇതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുനാഥാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമെനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുകവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധം ഇജ്ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം. ദുഗ്ധാബ്ദിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഇനി ഉമാമഹേശ്വര സംവാദ ഭാഗമാണ്. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സാംഗേ വാഴുന്ന ഭഗവതി സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ.
ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര, ശർവ ശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ, വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം, യോഗഭേദാദികളും, ക്ഷേത്രോപവാസഫലം, യാഗാദി കർമ്മഫലം, തീർത്ഥസ്നാനാദിഫലം, ദാനധർമാദിഫലം, വർണ്ണധർമ്മങ്ങൾ, പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാബ്ദേ കനിഞ്ഞരുളി ചെയ്തിടണം, ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി, ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാധ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർത്തിക്ക തന്നെ മൂലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവനനന്ദാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയൻ ആദ്യജൻ അവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ മാനസം മായാതമസംവ്രതമാകമൂലം. സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും
കീകസാത്മജാസുതനം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗൽശ്രവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറുഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ. തന്നുള്ളിൽ അഭേദയായുള്ളോരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മാജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലുമൊരു നേരെയും ആശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾക്കു മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നതു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കയും വേണം. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം. സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതിടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ടെന്നെല്ലാം സൃഷ്ടാമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാമായണത്തിലെ രാമായണ മാഹാത്മ്യ ഭാഗമാണ് നമ്മൾ ഒരു ഭാഗത്ത് ചൊല്ലിയത്. ശ്രീരാമദേവനെ സ്തുതിച്ചതിന് ശേഷം ഇഷ്ടദേവതാ വന്ദനമാണ്. ഈ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ഇഷ്ട ഉപാസനയും ഇഷ്ടദേവതാ വന്ദനവും വേണമെന്ന് രാമായണത്തിൻ്റെ പ്രഥമ ഭാഗത്തിലെ വരികളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മമ ഹൃദി രമതാം എന്നാണ്, എൻ്റെ ഹൃദയത്തിൽ രമിച്ചാലും. മമ ഹൃദി രമതാം രാമ രാമ. അത് കഴിഞ്ഞ് ശാരിക പൈതലെ എന്ന് വിളിക്കുന്നത് ചെറിയ പെൺതത്തെയാണ് അവിടെ ശാരിക പൈതലെന്ന് പറയുന്നത്. അങ്ങനെ വാരണമുഖൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗണപതിയാണ്, ഗജമുഖൻ എന്നാണ് അർത്ഥം. ഗണപതിയാണ് വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ഇങ്ങനെ ഗണപതി വന്ദനവും ഇഷ്ടദേവതാ വന്ദനവും ഒക്കെ ചൊല്ലിയതിന് ശേഷമാണ് രാമായണത്തിലെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അതിന് രാമായണ മാഹാത്മ്യം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. സുരസംഹതിപതി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുഴുവൻ പതിയായിരിക്കുന്നവനെ എന്ന് വിളിക്കുകയും അങ്ങനെ ഉമാമഹേശ്വര സംവാദമാണ്. പാർവതീദേവി
പരമേശ്വരനോട് ചോദിക്കുന്നതാണ് രാമായണത്തിലെ മുഴുവൻ തത്വവും. അതുകൊണ്ടാണ് പല ഭാഗങ്ങളിലും അവിടെ ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭക്തി ഭഗവൽനാഥേ. പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്, ശ്രീരാമൻ്റെ തത്വം ഇന്നുവരെ എന്നോട് ആരും ഭക്തിയോടുകൂടി ചോദിച്ചിട്ടില്ല, അത് നിന്നോളം മറ്റാർക്കും ഇങ്ങനൊരു ഭക്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശ്രീരാമ കഥകൾ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്ന ഒരു ഭാഗം. പിന്നെ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമെന്ന് ഒരു വരികളിലൂടെ നമുക്കവിടെ പറഞ്ഞു തരികയാണ്. തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്ന ബുധജനം തൊൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തിനെ അറിഞ്ഞവനെ അറിയാവൂ. ജീവിതത്തിൽ നമുക്കൊരുപാട് തത്വങ്ങൾ നമുക്കതിലൂടെ പറയാണ്. ബുധജനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. ഈ ജീവിതത്തിൽ പഠിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ പഠിച്ച്, അറിവ് നേടേണ്ടുന്ന കാലഘട്ടത്തിൽ അറിവ് നേടി, വിദ്യ നേടേണ്ടുന്നിടത്ത് വിദ്യ നേടണം. വിദ്യയും അറിവും രണ്ടും രണ്ടാണ്. ഇന്ന് പഠിച്ച് വിദ്യാഭ്യാസം നേടി ധാരാളം സർട്ടിഫിക്കറ്റുകളും അതുപോലെ എല്ലാം നേടിയെടുക്കാം. പക്ഷേ അറിവ് നേടണം. അറിവ് നേടാൻ ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടി ജീവിക്കാൻ നമുക്ക് പറ്റണമെന്ന തത്വത്തിലൂടെയാണ് ഓരോ വരികളും നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം എന്നൊക്കെ പറഞ്ഞ് കഥയുടെ ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ് രാമായണത്തിലെ ഇന്നത്തെ ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അഹങ്കാരങ്ങൾ ഉപേക്ഷിച്ച് ജീവിതത്തിൽ ഒരു ചിട്ടയോടുകൂടിയും അനുഷ്ഠാനത്തോടുകൂടിയും തപശക്തിയോടുകൂടിയും എല്ലാവരും മുൻപോട്ടേക്ക് പോകണമെന്ന തത്വം രാമായണത്തിൽ പറഞ്ഞു തരികയാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം വായിക്കേണ്ടത്, നിത്യം രാമായണം വായിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്കതിലൂടെ പറഞ്ഞു തരികയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കുയാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തതും പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൂക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വമ്പോടയോധ്യയും പുക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം. താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദക ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു. രാമായണത്തിലെ കഥാതത്വങ്ങൾ മുഴുവൻ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം പൂർത്തിയാകുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.